ഇറാനെക്കുറിച്ചാണ്. നമ്മൾ ഒരുപാട് ഇവിടെ സംസാരിച്ചതാണ്. അവിടെ സമാധാനം പുലരും, അവിടെ മാത്രമല്ല ലോകത്താകെ സമാധാനം പുലരുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരുപാട് സംസാരിക്കുകയും ചെയ്തതാണ്. സമാധാന കരാറിനെക്കുറിച്ചൊക്കെ നിരവധിയായി ഇവിടെ ചർച്ച ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും യുദ്ധം തുടരുകയാണ്. കൂടുതൽ രൂക്ഷമായി യുദ്ധം കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്നു. പശ്ചിമേഷ്യയിലൊക്കെ വല്ലാതെ അസമാധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുവൈത്തിൽ കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായി, ഖത്തറിൽ ആക്രമണമുണ്ടായി, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഹോർമുസ് കടലിടുക്കിൽ വീണ്ടും അശാന്തമായിരിക്കുന്നു. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൗസേബം, ഈ സമാധാന കരാറിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചു. അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി എന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതെല്ലാം തകിടം മറിയുന്ന അവസ്ഥയാണ്. ഇനിയൊരു തിരിച്ചുപോക്ക് ഉണ്ടാവുമോ അങ്ങോട്ടേക്ക്? അല്ല, അതിൽ നഫിലെ നമ്മൾ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പുണ്ടായുള്ള മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഇറാനും അമേരിക്കൻ ലീഡർഷിപ്പ് തമ്മിൽ പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിലുണ്ടായിട്ടുള്ള മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന സംഭവം, അതേക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പം ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞാണ് ഇതെന്തോ യുദ്ധം അവസാനിക്കാൻ പോവുകയാണ് എന്ന് തീർപ്പിലെത്താൻ പറ്റില്ല. കാരണം ഇതിനകത്ത് പലതരം പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ ഇതിൽ എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നുന്ന കാര്യം, മിനിയാന്ന് നമ്മൾ സംസാരിച്ചാണ് ഈ വിഷയം. അന്ന് ജെ ഡി വാൻസിൻ്റെ ഇൻ്റർവ്യൂ വന്ന ദിവസമാണ്. ജെ ഡി വാൻസിൻ്റെ ഇൻ്റർവ്യൂ വന്ന് കുറച്ച് കഴിഞ്ഞാണ് നമ്മളിവിടെ നിന്ന് സംസാരിക്കുന്നത്. ജെ ഡി വാൻസിൻ്റെ അതിനുശേഷമാണ് ആ ഇൻ്റർവ്യൂ മുഴുവൻ പോഡ്കാസ്റ്റാണ് മുഴുവൻ കേൾക്കുന്നത്. അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഒരു അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റ് ഇത്രയും ബ്ലാറ്റൻ്റായിട്ട്, ഇത്രയും ഓപ്പണായിട്ട് ഈ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിനകത്ത് നടക്കുന്ന ലോബിങ്ങിനെ കുറിച്ച്, ഈ ഫ്രിക്ഷൻ ഉണ്ടാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് ഇത്ര ബ്ലാറ്റൻ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് സംസാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാൻ. കാരണം അദ്ദേഹം പറയുകയാണ്, ഇവിടെ ചില ആളുകൾ കളിക്കുകയാണ്, അവന്മാർ പൈസ മേടിച്ചിട്ടാണ് കളിക്കുന്നത്. അവർക്ക് ആരാണ് പേ ചെയ്തതെന്ന് എനിക്കറിയാം. അവരെന്നെ ഖത്തറിൻ്റെ ഏജൻ്റ് ആക്കുന്നു, അവരെന്നെ ടക്കർ കാൾസൻ്റെ ശിഷ്യനാക്കുന്നു. അവരുടെ ആവശ്യം എന്താണ്? അവർക്ക് കീപ്പ് ഓൺ ബോംബിങ് ആൻഡ് വാട്ട്സ് ദെയർ അക്കംപ്ലിഷ്മെൻറ്റ്. എന്താണ് അവർ അക്കംപ്ലിഷ് ചെയ്യാൻ പോകുന്നത്? ഇങ്ങനെ ബോംബിട്ടത് നിരന്തരം എപ്പോഴും ഇങ്ങനെ ബോംബിട്ടതുകൊണ്ട് എന്താണ് നടക്കാൻ പോകുന്നത്? മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ കൺക്ലൂഷനാണ്. നമുക്കിത് അവസാനിപ്പിക്കണം. ഇതിനൊരു ഇവിടെ എനർജി സെക്ടർ അത് സേഫ് ആവണം, മാരിടൈം ഡിസ്റ്റർബൻസ് അത് ഒഴിവാക്കണം. പക്ഷേ ഇവരുടെ ബദൽ നിർദ്ദേശം എന്താണ്? അതർ ദാൻ കീപ്പ് ഓൺ ബോംബിങ് ഇതല്ലാതെ എന്താണ് എന്ന് വൈസ് പ്രസിഡൻ്റാണ് ചോദിക്കുന്നത്. അപ്പോൾ വൈസ് പ്രസിഡന്റ് ചോദിച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് സംഭവിക്കുന്നത്? കീപ്പ് ഓൺ ബോംബിങ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഒരു പബ്ലിക് പോഡ്കാസ്റ്റിൽ ഈ ബോംബിട്ടുകൊണ്ടിരിക്കുക. അദ്ദേഹം പറയുന്ന വേറൊരു കാര്യമുണ്ട്, റെജീം ചേഞ്ച് ആണോ നിങ്ങളുടെ ആവശ്യം? യുദ്ധത്തിൽ നിങ്ങൾ അക്കംപ്ലിഷ് ചെയ്യാൻ പോകുന്ന എന്താണ്? റെജീം ചേഞ്ച് ആണോ? റെജീം ചേഞ്ച് ആരാണ് നടത്തേണ്ടത്? അത് ഇറാനിലെ ജനങ്ങൾ തെരുവിൽ ഇറങ്ങിയിട്ട് നടത്തേണ്ടതാണ്. അത് അമേരിക്കൻ പട്ടാളക്കാരുടെ പണി. ഇറാനിയൻ ജനതയുടെ ജോലി എന്തിനാണ് അമേരിക്കൻ മെറീൻസ് ഏറ്റെടുക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. നമ്മുടെ പണി അതല്ല, അത് അവരുടെ പണിയാണ്. ഇറാനിയൻ പോപ്പുലേഷൻ്റെ ജോലിയാണ് അവരുടെ റെജീം ചേഞ്ച് ചെയ്യുന്നത്. നമ്മുടെ ടാക്സ് ഡോളേഴ്സ് ഉപയോഗിച്ച്, നമ്മുടെ പട്ടാളക്കാർ ഉപയോഗിച്ച് എന്തിനാണ് ആ പണിയെടുക്കുന്നത്? ഇങ്ങനെയൊക്കെ ഒരു അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റ് ഒരു പബ്ലിക് പോഡ്കാസ്റ്റിൽ ചോദിച്ചതിന് ശേഷം എന്നിട്ട് ഈ പണിയെടുക്കുന്ന ആളുകളോട് അദ്ദേഹം പറയുന്നത്, മൈ റിപ്ലൈ ടു ദം, വെൽ ഗോ ടു ഹെൽ എന്നാണ്. ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിലെ, അദ്ദേഹത്തിൻ്റെ തന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റിലെ ആളുകളോടാണ് പറയുന്നത്, മൈ റിപ്ലൈ ടു ദം, വെൽ ഗോ ടു ഹെൽ. ഇന്ന് പറഞ്ഞതിന് ശേഷം 2-ാം ദിവസം വീണ്ടും അതിരൂക്ഷമായിട്ട് ആക്രമണം നടക്കുകയാണ്. 2-ാം ദിവസമല്ല, 1.5 ദിവസം ആകുമ്പോഴേക്കും തുടങ്ങുക. അപ്പോൾ ഇത് ശരിക്കും ഒരു ഒരു അസാധാരണമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അതാണ് അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ കുറിച്ച്, അമേരിക്കൻ ഭരണകൂടത്തെക്കുറിച്ച് നമ്മുടെ ധാരണ എന്താണ്? അത് വളരെ കോഹസീവായിട്ടുള്ള ഒരു സെറ്റപ്പാണെന്നുള്ളതാണ്. അത് വളരെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണെന്നുള്ളത്. അങ്ങനെയല്ല, ഇത് വലിയ തോതിലുള്ള ഫ്രിക്ഷൻ അതിനകത്തുണ്ടെന്നും ആ ഫ്രിക്ഷൻ വെറും ഒരു വാക്തർക്കവും അല്ലെങ്കിൽ ആശയപരമായ ഫ്രിക്ഷൻ മാത്രമല്ലെന്നും അത് ഗ്രൗണ്ടിൽ പ്രതിഫലിക്കുന്നു എന്നുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇതിലെവിടെയാണെന്ന് വെച്ചാൽ അദ്ദേഹം നമുക്ക് മനസ്സിലാവില്ല അദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാർ സെക്രട്ടറി ഉണ്ട്, പീറ്റ് ഹാക്സിത്ത് എന്ന് പറയുന്ന ആ മനുഷ്യൻ ബേസിക്കലി അയാളൊരു എങ്ങനെയാണ് അദ്ദേഹം ഇത്രയും പ്രധാനപ്പെട്ടൊരു സ്ഥാനത്തെത്തിയത്, ഇത്രയും പ്രധാനപ്പെട്ടൊരു പൊളിറ്റിക്കൽ ചാർജിലെത്തിയെന്നുള്ളതൊക്കെ നമ്മൾ അത്ഭുതപ്പെടും അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ കേട്ടാൽ. ആ നിലക്കുള്ള റെട്ടറിക്സ്, അതിമാരകമായിട്ടുള്ള റെട്ടറിക്സ് നിരന്തരം പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. 2-3 ആഴ്ച മുമ്പ് ടെസ്റ്റട്രോൺ ടെസ്റ്റ് നടത്തണം അമേരിക്കൻ പട്ടാളക്കാർക്ക് എന്ന് നിർദ്ദേശിച്ച ആളാണ്. 30 വയസ്സ് കഴിഞ്ഞ മുഴുവൻ പട്ടാളക്കാർക്ക് ആജാതി പരിപാടിയായിട്ട്. അപ്പോൾ അതിൻ്റെ കുറവുണ്ടാവും. മിലിറ്ററി റെഡിനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ടെസ്റ്റട്രോൺ ഹോമോൺ അതിൻ്റെ പരിശോധന നടത്തുകയും അതിനാവശ്യമായുള്ള മെഡിക്കേഷൻ നൽകണമെന്നൊക്കെ പറഞ്ഞ ആളാണ്. ആ മട്ടിൽ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു കക്ഷി. അപ്പോൾ ഈ മാക്സിമം
മാക്സിമലിസ്റ്റ് അപ്രോച്ച്, അതുള്ളതാണ് റാപ്പിഡ് പ്രഷർ എന്നൊക്കെയുള്ള ഡോക്ടറിനാണ് പുള്ളി സ്വീകരിക്കുന്നത്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിൽ പലയിടത്തും ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറച്ചും കൂടെ ഒരു പ്രിസൈസായിട്ട് ഒരുപക്ഷെ ഈ ക്യാമ്പയിനിൽ ഏറ്റവും കുറച്ചും കൂടെ ഒന്ന് ലോജിക്കൽ എന്ന് തോന്നാവുന്ന ഒരു സംഗതി ഇപ്പം നടക്കുന്നത് സദേൺ ഇറാനിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് ബോംബിങ് നടക്കുന്നത്. അതിൻ്റെ ഒരു മിലിറ്ററി ലോജിക് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോർമുസ് സ്ട്രൈറ്റ് ഇറാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് സദേൺ കോസ്റ്റൽ ലൈൻ ഉപയോഗിച്ചിട്ടാണല്ലോ. അപ്പോൾ സദേൺ കോസ്റ്റിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ പരമാവധി തകർക്കുക. ഇപ്പോൾ മിലിറ്ററി ടാർഗറ്റ് മാത്രമല്ല ആക്രമിക്കുന്നത്, പാലങ്ങൾ, റെയിൽവേ ബ്രിഡ്ജസ്, പിന്നെ വാച്ച് ടവേഴ്സ്, പോർട്ടുകൾ, സിവിലിയൻ പോർട്ടുകളൊക്കെ ആക്രമിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അതിനെ കാണുന്നില്ല സദേൺ ഇറാനിലെ അല്ലെങ്കിൽ കോസ്റ്റൽ ഇറാനിലെ ഈ പറയുന്ന അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ തകർത്ത് കഴിഞ്ഞാൽ ഹോർമൂസിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള അവരുടെ കേപ്പബിലിറ്റി കുറക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു മിലിറ്ററി ലോജിക്കായിട്ട് പറയുന്നത്. അത് ആ നിലക്ക് നോക്കുകയാണെങ്കിൽ ഇതുവരെ നടന്ന ഫെബ്രുവരി 28 ശേഷമുള്ള ഏതെങ്കിലും നിലക്കുള്ള ഒരു ലോജിക്കൽ ഓപ്പറേഷൻ എന്ന് പറയാവുന്ന സംഗതി ഇതാണ്. അപ്പോൾ ഹോർമൂസ് സ്ട്രൈറ്റ് അത് ഫ്രീ ആക്കുക എന്നുള്ളത്, ഇറാൻ്റെ നിയന്ത്രണം ഫ്രീ ആക്കുക എന്നുള്ള ഒരു ടാർഗറ്റ്, അതൊരു വാർ ടാർഗറ്റായിട്ട് വെക്കാം. ദാറ്റ്സ് ലോജിക്കൽ. പക്ഷേ അപ്പോൾ അതിന് അവിടുത്തെ ഇറാനിയൻ തീരത്തെ മിലിറ്ററി കേപ്പബിലിറ്റീസ് കുറച്ച് അവർ പൂർണ്ണമായി അതിൽ വിജയിച്ചെന്ന് വരിക. അമേരിക്ക വിജയിച്ചു എന്ന് വിചാരിക്കുക. ചില റിപ്പോർട്ടുകൾ കാണുന്നുണ്ട് മെറീൻസിനെ പട്ടാളക്കാരെ അങ്ങോട്ട് കരയിലേക്ക് അയക്കുന്നതിനെ കുറിച്ചുള്ള ആലോചന നടക്കുന്നതൊക്കെ പറയുന്നുണ്ട്. നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ പറയുന്ന കോസ്റ്റൽ ഇറാനിലെ ഇവരുടെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ തകർത്തെന്ന് വിചാരിക്കുക. എന്നതുകൊണ്ട് ഹോർമുസ് സ്ട്രൈറ്റ് സേഫ് ആവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നോക്കും, ബാബുൽ മന്ദിബിൽ ഹൂത്തികൾ എങ്ങനെയാണ് അവർ ആ മാരിടൈം ഇത്രയും മാരകമായുള്ള മാരിടൈം ഡിസ്റപ്ഷൻ ഉണ്ടാക്കിയത് അവരുടെ കയ്യിൽ വലിയ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിട്ടാണ്. അങ്ങനെയൊന്നുമില്ല. ചെറിയ ചെറിയ ഡ്രോണുകൾ, ആർക്കും ആമസോണിലൊക്കെ മേടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രോണുകൾ അത് അവർ കസ്റ്റമൈസ് ചെയ്യുന്നു. വാട്ടർ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു. നമുക്കൊരു വലിയൊരു ടാങ്കർ അതിന് വന്നിട്ട് ഒരു ചെറിയൊരു വാട്ടർ ഡ്രോൺ വന്ന് ഇടിച്ചിട്ട് ഒരു പരിക്കേൽപ്പിക്കുന്നു വിചാരിക്കുക. അതുണ്ടാക്കുന്ന ആഘാതം എത്ര വലുതായിരിക്കും. അതുകൊണ്ട് വലിയൊരു മിലിറ്ററി പവറൊന്നും ആയിരിക്കണമെന്നില്ല ഈ മാരിടൈം, പ്രത്യേകിച്ച് ഓയിൽ ടാങ്കേഴ്സിനെയും ഗ്യാസ് ടാങ്കേഴ്സിനെയും അതിൻ്റെ യാത്ര ഡിസ്റപ്റ്റ് ചെയ്യാൻ. ചെറിയ രീതിയിലുള്ള അതിൻ്റെ സ്റ്റേറ്റ് പോലും ആവശ്യമില്ല. ഒരു നോൺ സ്റ്റേറ്റ് ആക്ടർക്ക് അത് സാധിക്കും. അതാണ് ഹൂത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മിലിറ്ററി ഈ സദേൺ കോസ്റ്റിലെ മിലിറ്ററി കേപ്പബിലിറ്റീസ് തകർത്തുകൊണ്ട് ഹോർമുസ് സ്ട്രൈറ്റ് സ്വതന്ത്രമാക്കാം എന്ന് ഇവർ വിചാരിക്കുന്നതിന് വിഡ്ഢിത്തമാണ്. അത് ഇപ്പുറത്ത് ബാബുൽ മന്ദിബിൽ കണ്ടതാണ്. ഒരു സ്റ്റേറ്റ് ആക്ടർ പോലും അല്ലാത്ത ഹൂത്തീസ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പക്ഷേ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പുവെച്ചത് അവരുടെ തലക്കേറ്റ പ്രഹരമായിരുന്നു. ഈ യുദ്ധം തുടരുക എന്നുള്ള അവരുടെ ആവശ്യമാണ്. അവർ ഇത്തവണ വിജയിച്ചിരിക്കുന്നു. അമേരിക്കയിൽ അവരുടെ ക്യാമ്പ്, അവരുടെ ലോബി വിജയിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഏറ്റവും ദുരന്തമായിരിക്കും, ലോകത്തിന് ദുരന്തമായിരിക്കും. ലോകം അമേരിക്കയുടെയും ഇസ്രായേലിനെയും കൈപിടിക്കുന്നത് വരെ തുടരുക തന്നെ ചെയ്യും. അമേരിക്ക ആഗ്രഹിച്ചാലും യുദ്ധം നിർത്താൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. നമ്മളെപ്പോഴും അമേരിക്കയെക്കുറിച്ച് കാണുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ലോകത്ത് അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ സംഗതി അമേരിക്കയുടെ താല്പര്യമാണ്. അമേരിക്കൻ പൗരൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. അമേരിക്ക എന്ന് പറയുന്ന രാജ്യവും അതിൻ്റെ താല്പര്യങ്ങളും അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ചെയ്തികളും അതിലാണ് അവരുടെ ഏക സംഗതി നിക്ഷേപം നമ്മൾ പറയും. പക്ഷേ ഇത്തവണ നമ്മൾ കാണുന്നത് തുറസായി കാണുന്ന ഒരു സംഗതി, തുറന്ന് കാണുന്ന ഒരു സംഗതി, അമേരിക്കയുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടൊരു യുദ്ധം നടക്കുന്നുവെന്നും അമേരിക്കൻ താല്പര്യമല്ല ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന മട്ടിൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് തന്നെ തുറന്നു പറയുന്നത് കാണുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ യുദ്ധത്തിന് അനുകൂലമായിട്ട് അമേരിക്കൻ ജനതയെ മൊത്തം മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ പണി ഇസ്രായേലി ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള അഭിപ്രായം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് പറയാണ്. അമേരിക്ക എക്കാലത്ത് സുദീർഘമായൊരു യുദ്ധം ഒരു കാലത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് അമേരിക്കയ്ക്ക് ഗുണപരമാവില്ല. ഈ യുദ്ധത്തിൽ ഒരിക്കലും അങ്ങനെ സുദീർഘമായ യുദ്ധം കൊണ്ട് വിജയിക്കാനും പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ആ പോഡ്കാസ്റ്റിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന പൊതുവായ കാര്യം. പക്ഷേ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അമേരിക്കൻ പട്ടാളക്കാർ ഇവിടെ ഇറാനിൽ കൊണ്ടുവന്ന് ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആത്യന്തികമായി അമേരിക്കയുടെ താല്പര്യത്തിനപ്പുറം അമേരിക്കയെ ചലിപ്പിക്കാൻ കഴിയുന്ന ആ നിലയ്ക്ക് അമേരിക്ക നോക്കും. അമേരിക്ക നമ്മൾ മനസ്സിലാക്കുന്നത് രഹസ്യാന്വേഷണ രംഗത്ത് അല്ലെങ്കിൽ സൂക്ഷ്മമായ ഓപ്പറേഷൻസിൻ്റെ അടുത്തെല്ലാം ഒരു സൂപ്പർ പവർ എന്നറിയിക്കല്ലേ. അമേരിക്കയെ പക്ഷേ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരാണ്? അവർ തന്നെ പറയാണ്, ഇസ്രയേലി ഉദ്യോഗസ്ഥരും ഇസ്രയേലി ലോബിങ്ങിന് അമേരിക്കൻ സിസ്റ്റം മൊത്തം വഴിപ്പെടുക എന്ന് വെച്ചാൽ അത് എന്തുമാത്രം കുഴപ്പത്തിലായിരിക്കുന്നു അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ യുദ്ധം കൊണ്ട് അവർ ജയിക്കുമെന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ. അത് ചോദിക്കാൻ പോയാൽ നേരത്തെ ഈ പറഞ്ഞ പോലെ ഇറാനെ സംബന്ധിച്ച് ഇറാൻ തിരിച്ചടിക്കുന്നത് അവരുടെ കയ്യിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള അമേരിക്കയുടെ സമാനമായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ടോ വിമാനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നാവികസേന കൊണ്ടോ ഒന്നും അല്ലല്ലോ. മറിച്ച് ലോകത്തെ ആകമാനമുള്ള ഒരു ചക്രത്തെ അവർ ഡിസ്റ്റർബ് ചെയ്യാണ്. നേരത്തെ ദൗസായി പറഞ്ഞില്ല, ആ ചക്രം ഡിസ്റ്റർബ് ചെയ്യാൻ ഇറാന് വളരെ പരിമിതമായ കാര്യങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ഇനി ഒരു ഭരണകൂടം എന്ന നിലയ്ക്ക് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷനിൻ്റെ ഭാഗമായി വന്ന ഭരണകൂടം തകർന്നു പോയാൽ പോലും അവർക്ക് സമാധാനത്തോടെ കപ്പലോടിക്കാൻ പറ്റുമോ ഈ ഹോർമസ് വഴി? കഴിയില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ സൊമാലിയൻ കടൽ കൊള്ളക്കാർ കപ്പൽ ഇറാൻ ചെയ്യുന്നില്ലേ.
അതിന് അവർക്കൊരു സ്റ്റേറ്റ് ആവേണ്ട കാര്യമില്ല, അതിന് അവർക്കൊരു പട്ടാളത്തിൻ്റെ ആവശ്യമില്ല, അവർക്ക് റോക്കറ്റ് ലോഞ്ചറുകൾ പോലും വേണ്ട. ആ ഭീതി ഇപ്പോഴും ടാങ്കറുകളെ വേട്ടയാടുന്നുണ്ട്, വെറും കടൽക്കൊള്ളക്കാർ. അപ്പോൾ ഇത്രയും ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അത് ഹോർമുസിനെ ഒരു മുഖ്യ ഘടകമാക്കിയ യുദ്ധം എന്നൊക്കെയാണ്. അപ്പോൾ അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ചില കാര്യങ്ങളുണ്ട്. അതായത് ഹോർമുസ് ഇറാൻ ഡിസ്റ്റർബ് ചെയ്യുന്നുള്ളത് അമേരിക്കയുടെ പ്രശ്നമാണ്. ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഈ ധാരണാപത്രത്തിലേക്ക് എത്തിയതിന് ശേഷവും എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതുവഴി ഒമാൻ തീരത്തുകൂടി കപ്പൽ റീറൂട്ട് ചെയ്യാനുള്ള അമേരിക്കൻ ശ്രമങ്ങളെ ഇറാൻ തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ റീറൂട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ നിയന്ത്രണ രേഖയിൽ നിന്ന് പോയിട്ട് ഞങ്ങൾക്കൊരു നിയന്ത്രണവും പിടിയും ഇല്ലാത്തൊരു സെറ്റപ്പ് വേണ്ട, അതിൽ ഏത് കപ്പൽ പോയാലും ഞങ്ങൾ തടയും, നിയന്ത്രണം ഞങ്ങൾക്കായിരിക്കണം അതിലെ കപ്പൽ പോകുന്നുണ്ടെങ്കിൽ. അതിലവർ അഡമൻ പൊസിഷൻ എടുക്കുകയും കടന്നുപോയ കപ്പലിനെ ആക്രമിക്കുകയും ചെയ്തു. അതിൽ ഖത്തറിൻ്റെ കപ്പലിനെ അവർ ആക്രമിച്ചു. ഖത്തർ ഇതിനു വേണ്ടി മധ്യസ്ഥ നിന്ന രാജ്യമാണ് എന്നാരും ഓർക്കണം. അപ്പോൾ അമേരിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, അത് അവർ പിടിവിട്ട് തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഹോർമുസ് അവർ കയ്യിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ ഒരു നിലയ്ക്കുള്ള കോംപ്രമൈസിനും തയ്യാറല്ല. നമ്മളെടുക്കുന്ന പകരം സ്ട്രാറ്റജി അവർ നേരത്തെ അഡ്വാൻസ് ചെയ്ത് അവർ സ്മെല്ല് ചെയ്യുന്നു, അവരത് അതിനെ ആക്രമിക്കുന്നു. സോ ആ കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചെയ്യേണ്ട കാര്യം ഹോർമുസ് കൺട്രോൾ ചെയ്യാനുള്ള അവരുടെ കേപ്പബിലിറ്റീസ് ആൻഡ് മെക്കാനിസം അത് തകർക്കണം. അതിനാണ് ഇപ്പോൾ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങൾ ഇപ്പോൾ പാലങ്ങളാണ് പ്രധാനമായി ആക്രമിച്ച് തകർക്കുന്നത്. അത് ഈ ലോജിസ്റ്റിക് മൂവ്മെൻറ്റിനെ ബാധിക്കുന്ന ഒരു സംഗതിയാണ്. പിന്നെ ഈ പറഞ്ഞ വലിയ ടവറുകൾ, നിരീക്ഷണ ടവറുകൾ ആക്രമിച്ച് തകർക്കുന്നു. ആ ടവറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കടന്നു പോകുന്ന ടാങ്കറുകളെ അവർ മാർക്ക് ചെയ്യുന്നതാണ് അമേരിക്ക പറഞ്ഞ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഹോർമുസിൽ ഇടപെടാനുള്ള ശേഷി തകർക്കുക. ഈ പാലങ്ങൾ തകർക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആയുധ മൂവ്മെൻറ്റ് തടയും. റഷ്യയും ചൈനയും ഇവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നൊരു യാഥാർത്ഥ്യം അവിടെയുണ്ട്. അപ്പോൾ അവരുടെ കണക്റ്റ് തകർക്കുക എന്ന് പറഞ്ഞ പല ഉദ്ദേശങ്ങൾ ഇപ്പോഴത്തെ ആക്രമണത്തിലുണ്ട്. ഒരുപക്ഷേ ഈ യുദ്ധം തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും മാരകമായ പരിക്ക് ഇറാൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇറാൻ ആ നിലയ്ക്ക് തിരിച്ചടിക്കാനും പറ്റില്ല. ഇപ്പോൾ ഇറാൻ്റെ കയ്യിലുള്ള ബോംബെല്ലാം കൊടുത്ത് സൗദി അറേബ്യ ഇടാൻ പറ്റുമോ? ഇല്ല. കാരണം അവിടെയുള്ള GCC രാജ്യങ്ങളിലെ മനുഷ്യരുടെ പിന്തുണ ഇറാൻ ഉറപ്പാക്കുന്നുണ്ട്. ഭരണകൂടത്തും അകത്തുള്ള ഈ അമേരിക്കൻ പോയിന്റുകളെ മാത്രമേ അവർ ആക്രമിക്കുന്നുള്ളൂ. അവർക്ക് അവിടുത്തെ സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പറ്റില്ല, അവിടുത്തെ ഗവൺമെൻറ് ഓഫീസുകൾ ആക്രമിക്കാൻ പറ്റില്ല. ആ പരിമിതി അവർക്കുണ്ട്. സോ ഇറാൻ ഒരു പരിമിതമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ യുദ്ധത്തിൽ നേരിടുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ആത്യന്തികമായി യുദ്ധം വിജയിക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറയാറുള്ളതുപോലെ ആയുധങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ച് തോൽപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പൗരാണിക ചിന്ത അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു യുദ്ധമല്ല ഇത്. ഈ യുദ്ധത്തിലെല്ലാം ഇൻവോൾവ് ആണ്. ഈ യുദ്ധത്തിൽ എക്കണോമി ഇൻവോൾവ് ആണ്, രാഷ്ട്രീയം ഇൻവോൾവ് ആണ്, പ്രദേശത്തിൻ്റെ പ്രത്യേകത എല്ലാം പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അതുകൊണ്ട് വരുന്നു, നിങ്ങളുടെ ബോംബുകളെല്ലാം ഒരു സ്ഥലത്തേക്ക് ഇടുന്നു, നിങ്ങളെല്ലാം തകർക്കുന്നു, നിങ്ങൾ ജയിക്കുന്നു എന്നുള്ള സംഗതി പോസിബിൾ അല്ല. നിങ്ങൾ എന്തെങ്കിലും തകർന്നതിലൂടെ അതിൻ്റെ പശ്ചാത്തല നഷ്ടവും കൂടി ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ലോകത്തെ മുഴുവൻ സ്തംഭനാവസ്ഥയിലേക്ക് കൊണ്ടുപോകും. നമ്മളെ അടക്കം ഏറ്റവും ആദ്യയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെൻറ്റ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത്. കാരണം അവിടെ ചബഹാർ പോർട്ടിൻ്റെ ഇതിനടക്കം ടവറിനടക്കം അവർ ആക്രമിച്ചു. ചബഹാർ പോർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. നമ്മളെ സംബന്ധിച്ച് തന്ത്രപ്രധാനമായിട്ടുള്ളൊരു പോർട്ടാണ്, വാണിജ്യമായും നയതന്ത്രപരമായും. അതടക്കം ആക്രമിക്കപ്പെട്ടു. നിർഭാഗ്യവശാൽ നമുക്കൊരു നിലപാടും അതിനകത്ത് പറയാനില്ല, നമ്മുടെ ഭരണകൂടമൊന്നും മിണ്ടുന്നുമില്ല. പക്ഷേ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ, ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യരെ അതിന് ഡേഞ്ചറസ് ആയിട്ട് എഫക്റ്റ് ചെയ്യാൻ പോകുന്ന തരത്തിൽ വികസിക്കുകയാണ്. കാരണം ഇറാൻ ഒരു ഘട്ടം കഴിഞ്ഞാൽ അവർ കൈവിട്ട കളി കളിക്കുമല്ലോ. അതുണ്ടാക്കാൻ മതി ഇമ്പാക്ട് ചെയ്തതായിരിക്കില്ല. യുദ്ധം എല്ലാവരെയും ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്.